നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്ന സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ എൽ ക്ലാസിക്കോ പോരാട്ടം. ഈ വർഷത്തെ ആദ്യത്തെ എൽ ക്ലാസിക്കോ ആയതുകൊണ്ട് തന്നെ ആവേശത്തിൻ്റെ പരകോടിയിലാണ് ഫുട്ബോൾ ലോകമുള്ളത്. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇരു ടീമിൻ്റെ കോച്ചുമാരും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞു. അവരുടെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നു ഇത് സാബി അലോൺസോക്കുള്ള അവസാന വണ്ടിയാണ്. ബാഴ്സയോടെങ്ങാനും വലിയ മാർജിന് തോറ്റാൽ സാബി അലോൺസോയുടെ കോച്ച് പണി തന്നെ റയൽ മാഡ്രിഡിൽ നിന്ന് തെറിക്കുമെന്ന് പറയുന്നവരുണ്ട്. ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ അത്തരം ഭീഷണിയൊന്നും ഇല്ലെങ്കിലും ഈ വിജയം അവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ രണ്ട് കോച്ചുമാരോടും മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഈ കളി തോറ്റാൽ അതെങ്ങനെ രണ്ട് ടീമുകളെയും ബാധിക്കും? ഹൻസി ഫ്ലിക്കിൻ്റെ ഉത്തരം നമ്മൾ ആദ്യം നോക്കിയാണ്. അദ്ദേഹം പറയുന്നു, ഞാനെല്ലായ്പ്പോഴും എൻ്റെ ടീമിനെ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു മത്സരമാണ്. വിജയിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു കിരീടം കിട്ടും, സന്തോഷം. പക്ഷേ മറ്റു ഓപ്ഷനും സാധ്യമാണല്ലോ. എന്താണെങ്കിലും നമുക്ക് മോർ എനർജി ഇത്തരം മത്സരങ്ങളിൽ നിന്ന് കിട്ടും. അതാണ് ഇത്തരം മത്സരങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുക. ഏതായാലും നമ്മളെപ്പോഴും വളരെ പോസിറ്റീവ്ലി മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാണ് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് മറ്റൊരു മാച്ച് അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ, അല്ല ഇതിൻ്റെ തോൽവി ടീമിനെ വല്ലാതെ ബാധിക്കും, രണ്ട് ടീമുകളെയും വല്ലാതെ ബാധിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എൻ്റെ ടീമിൻ്റെ കാര്യം ഞാൻ പറയാം, ഇത് മറ്റൊരു മാച്ച് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം സാബി അലോൺസോയോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, നാളത്തെ വിജയം ടീമിന് ഒരു ആശ്വാസം നൽകുമോ? നിങ്ങൾക്കൊരു ആശ്വാസം നൽകുമോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ആബ്സല്യൂട്ട്ലി നോട്ട്, ഇറ്റ് വിൽ ബി ഫൺ. തീർച്ചയായിട്ടും വിജയിച്ചാൽ അത് വലിയ സന്തോഷമായിരിക്കും, ഫണ്ണായിരിക്കും. പക്ഷേ ഇതൊരു വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണെന്ന് ഞാൻ കാണുന്നില്ല. ഇതൊരു മത്സരമായിട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ തയ്യാറാണ് എന്നാണ് സാബി അലോൺസോയും പറഞ്ഞത്. കോച്ചുമാർ പിന്നെ അങ്ങനെയേ പറയുള്ളൂ. ഈ കളി മഹാസംഭവമാണ്, ഇത് തോറ്റ അതോടുകൂടി ലോകം അവസാനിക്കും, ആ തരത്തിലൊന്നും എന്തായാലും രണ്ട് കോച്ചുമാരും പ്രതികരിക്കില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ അവർ ജസ്റ്റ് അനദർ മാച്ച് എന്ന രൂപത്തിൽ ടീമിനെ പരിശീലിപ്പിച്ചിറക്കാൻ പോവുകയാണ്. പക്ഷേ ആവനാഴിയിൽ അവസാന അസ്ത്രം വരെ എടുത്ത് എയ്യാൻ തയ്യാറായിട്ടാണ് ഇരു ടീമും ഇറങ്ങുന്നത് എന്ന് ഉറപ്പാണ്. അതാണല്ലോ രായ്ക്ക് രാമാനം കിലിൻ എംബാപ്പയെ മാഡ്രിഡിൽ നിന്ന് ഇവിടെ ഏഷ്യയിലെ ജിദ്ദയിൽ ലാൻഡ് ചെയ്യിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.